السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله عاقبة للمتقين. പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ദഅ ഇലാ ഹുദാ, ആരെങ്കിലും ഒരു സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ കാന ലഹു മിനൽ അജ്ർ, അയാൾക്ക് പ്രതിഫലമുണ്ട്, മിസ്ല ഉജൂരി മൻ തബിഅഹു, അത് പിൻപറ്റുന്ന ആളുകൾ, ഇയാൾ ഏതൊരു സന്മാർഗത്തിലേക്കാണോ ആളുകളെ ക്ഷണിച്ചത് അത് പിൻപറ്റി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലം ഇയാൾക്കുമുണ്ട്. അതുകൊണ്ട് ആ പിൻപറ്റിയ ആളുകളുടെ പ്രതിഫലത്തിൽ ഒന്നും തന്നെ കുറയുകയില്ല. അവരുടെ പ്രതിഫലത്തിൽ നിന്ന് എടുത്തല്ല ഇയാൾക്ക് കൊടുക്കുന്നത്, അവർക്ക് വേറെ പ്രതിഫലം അതുപോലെ തന്നെയുള്ള പ്രതിഫലം ഇയാൾക്കും എന്ന രീതിയിൽ ലഭിക്കും. നേരെ തിരിച്ച ഒരു ദുർമാർഗത്തിലേക്കാണ്, ഒരു വഴികേടിലേക്കാണ് ഒരാൾ ക്ഷണിക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ ആ വഴികേട് പിൻപറ്റിയ ആളുകളുടെ അവർക്കുള്ള പ്രതിഫലം എന്താണോ അത് തന്നെ അതിൽ കൊട്ടും തന്നെ കുറയാതെ ഇയാൾക്ക് ലഭിക്കും. അവരുടെ തിന്മയിൽ ഒന്നും തന്നെ കുറയാതെ. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ആരെങ്കിലും ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ അത് അനുസരിച്ച് പ്രവർത്തിക്കുന്നയാളുടെ അതേ പ്രതിഫലം ഈ അറിയിച്ചു കൊടുത്ത ആൾക്കും ഉണ്ടാകുന്നതാണ്. ഇത് വളരെ വലിയ ഒരു ഓഫറാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ ഒരു പക്ഷേ ഒരു ആയത്തായിരിക്കാം, ഒരു ഹദീസായിരിക്കാം, അതല്ലെങ്കിൽ ദീനിന്റെ ഒരു വിധി അതായിരിക്കാം. നമുക്കിന്ന് ഒരുപാട് മേഖലകളുണ്ട്, നമുക്ക് ഒരുപാട് മാധ്യമങ്ങളുണ്ട്, ഒരുപാട് സ്രോതസ്സുകളുണ്ട്. അതിലൂടെയെല്ലാം നമുക്ക് പങ്കുവെക്കാനും ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാനും എല്ലാം പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരാൾക്കൊരു സന്മാർഗം പഠിപ്പിച്ചു കൊടുത്താൽ അത് നമുക്കൊരു പക്ഷേ വലിയ മുതൽക്കൂട്ടായി തീരാനും അത് മതിയാകും. അള്ളാഹു നമ്മൾ മുഖേന ഒരാളിൽ മാറ്റം വരുത്തുക എന്നുള്ളത് വലിയ ഒരു തൗഫീഖാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അലി, താങ്കൾ മുഖേന ഒരാൾ സന്മാർഗം പ്രാപിക്കുക എന്നുള്ളത് അത് ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ താങ്കൾക്ക് ഉത്തമമാണ്. ചുവന്ന ഒട്ടകം അന്ന് അറബികളുടെ കാലത്ത്, അന്ന് ആ സമയത്ത് വളരെ വലിയ ആഡംബരമായിട്ടാണ് കണ്ടിരുന്നത്. വലിയ വലിയ കവികൾക്കും അല്ലെങ്കിൽ അവർ ആദരിക്കുന്ന വലിയ സമൂഹത്തിലെ നേതാക്കൾക്കും മാത്രമാണ് അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള വലിയ സൗഭാഗ്യങ്ങൾ താങ്കൾക്ക് ഈ ദുനിയാവിൽ കിട്ടുന്നതിനേക്കാളും താങ്കൾക്ക് ഉത്തമം താങ്കൾ മുഖേന ഒരാൾ സന്മാർഗം പ്രാപിക്കുക, അതല്ലെങ്കിൽ ഒരു നന്മ പഠിക്കുക എന്നുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. അതുപയോഗിച്ച് ആ രീതിയിൽ തന്നെ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനം അത് മനസ്സിലാക്കിക്കൊണ്ട് എന്നിൽ നിന്നും ഒരു ആയത്താണെങ്കിൽ പോലും നിങ്ങൾ അത് എത്തിച്ചു കൊടുക്കുക എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ആ രീതിയിൽ നന്മയുടെ വക്താക്കൾ, അതിന്റെ പ്രചാരകരായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനല്ലാഹി വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.